പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് എപ്സ്റ്റീൻ ഫയലുകളിലുണ്ടെന്ന് പറയുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് ഇതുവരെ അതിനെ പറ്റിയിട്ടൊരു വാർത്ത ചെയ്യാത്തത്? നമ്മൾ ചെയ്യുന്ന വാർത്തകൾ കഴമ്പുള്ള വാർത്തകളാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് പാർലമെൻറ്റിൽ ഇന്നലെ രാഹുൽ ഗാന്ധി എപ്സ്റ്റീൻ ഫയൽസിനെ പരാമർശിക്കുകയും ഒരു കേന്ദ്രമന്ത്രിയുടെ പേര് പറയുകയും നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് കീഴടങ്ങി അത് എപ്സ്റ്റീൻ ഫയൽസിലെ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണെന്ന് പറയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. എപ്സ്റ്റീൻ ഫയൽസിലെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. നിങ്ങളിത് നിർബന്ധമായും കാണണമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലൊന്നും പറയാറില്ല. അപൂർവം ചില വീഡിയോകളിൽ മാത്രമാണ് പറയാറുള്ളത്. അതുകൊണ്ട് ഉറപ്പായും നമ്മുടെ പ്രേക്ഷകർ കണ്ടിരിക്കേണ്ട, അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അത്ര ഗുരുതരമായ ഒരു വിഷയമാണിത്. അറിഞ്ഞിരിക്കണം, എല്ലാ ഇന്ത്യൻ പൗരന്മാരും അറിഞ്ഞിരിക്കണം. അപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിലെ പേരുകളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. 2017 ജൂലൈ 4 മുതൽ 6 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം നടത്തി. ഇസ്രായേൽ സന്ദർശനം നടത്തിയത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൻ്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമാണ്. പക്ഷേ 25 വർഷക്കാലമായി ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന് നരേന്ദ്രമോദി പുതിയൊരു മാനം നൽകി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോയാലും ഉടൻ തന്നെ പലസ്തീനും സന്ദർശിക്കുമായിരുന്നു. മോദി ആ പരിപാടിയൊക്കെ നിർത്തി. ഇസ്രായേലിൽ പോയി തിരിച്ചു വന്നു, പലസ്തീനിൽ പോയില്ല. പലസ്തീൻ ഒരു രാജ്യമില്ല, അല്ലെങ്കിൽ ഗാസയിലോ വെസ്റ്റ് ബാങ്കിലോ ഒന്നും പോയില്ല. ഇസ്രായേലിൽ പോയി അവിടെ ചെന്ന് നമ്മുടെ നിലപാടുകൾ പറഞ്ഞ് ആ രാജ്യവുമായി പ്രധാനപ്പെട്ട 7 കരാറുകൾ ഉണ്ടാക്കി. എന്നിട്ട് തിരിച്ചു വന്നു. ഇന്ത്യയുടെ ഇസ്രായേൽ നയത്തെ എപ്പോഴും പലസ്തീനുമായി ബന്ധിപ്പിച്ചുകൊണ്ടിരുന്ന ആ നയം നരേന്ദ്രമോദി പൊളിച്ചെഴുതി. ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഇത് പര്യന്തമുള്ളതിനേക്കാളും ഏറ്റവും ശക്തമായി. നമ്മുടെ രാജ്യത്തെ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള സുഡുക്കൾക്ക് കുരുപൊട്ടിയ സംഭവമാണ് ഇന്ത്യ ഇസ്രായേലുമായി ഇത്ര വലിയ അടുപ്പമുണ്ടാക്കിയത്. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു, നമ്മൾ 7 പ്രധാന കരാറുകൾ ഒപ്പുവെച്ചു. അതിൽ പ്രതിരോധ കരാറുണ്ട്. ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആയുധം നൽകുന്ന ഒരു രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ ഒരുപാട് മിസൈൽ പദ്ധതികൾ, ഡ്രോൺ പദ്ധതികളൊക്കെ സംയുക്തമായി നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു. പിന്നെ കൃഷി, ജലസംരക്ഷണം, ഡീസാലിനേഷൻ, അതായത് മലിനജല ശുചീകരണം ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നമ്മൾ വലിയ പങ്കാളിത്തം ഉറപ്പാക്കി. പിന്നെ ISROയും ഇസ്രായേൽ സ്പേസ് ഏജൻസിയും തമ്മിലുള്ള സഹകരണം ഉറപ്പിച്ചു. അതിലേക്ക് ഉപരി ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യക്കും ഇസ്രായേലിനും ഒരേ നയമാണെന്ന് പറഞ്ഞു. കാരണം 2 രാജ്യങ്ങളുടെയും ഭീഷണി ഇസ്ലാമിക ഭീകരന്മാരാണ്. അങ്ങനെ ഇസ്രായേൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക്കൽ പാർട്ട്ണറായി മാറി, തന്ത്രപ്രധാനമായ പങ്കാളിയായിട്ടും മാറി. ഇതാലോചിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ 2017 ഇങ്ങനെ മോദി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കണ്ടു. ഇസ്രായേൽ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് എപ്സ്റ്റീൻ എന്ന് പറയുന്ന അമേരിക്കയിലെ കുപ്രസിദ്ധനായ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ച് പറഞ്ഞാൽ അയാൾ ഒരു വലിയ സമ്പന്നനാണ്. അയാൾക്ക് ലോലിത എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ബോയിങ് 747 വിമാനം ഉണ്ടായിരുന്നു. 2 ദ്വീപുകൾ ഉണ്ടായിരുന്നു. അവിടേക്ക് ചെറിയ പെൺകുട്ടികളെ കൊണ്ടുപോകും. എന്നിട്ട് ലോകത്തിലെ പ്രമുഖരായ ആളുകളെയൊക്കെ അവിടെ കൊണ്ടുവന്ന് പെൺകുട്ടികൾക്ക് ലൈംഗികമായി ഉപയോഗിക്കാൻ കൊടുക്കും. ഇതാണ് ജെഫ്രി എപ്സ്റ്റീൻ്റെ പേരിലുള്ള കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട അയാൾ ജയിലിലായിരുന്നു. അമേരിക്കയിലെ ജയിലിൽ വെച്ച് എപ്സ്റ്റീൻ മരിച്ചു. ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും ഒരുപാട് രാജ്യത്തലവന്മാരും വലിയ ബിസിനസ്സുകാരും അടക്കമുള്ളവർ ഇവിടെ പോയി ഇയാളുടെ ഈ ലൈംഗിക വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ആക്ഷേപം. ഇപ്പോൾ അതിനകത്ത് നരേന്ദ്രമോദിയുടെ പേരുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് വ്യാഖ്യാനിക്കുന്നത്, ഇവിടെ പ്രചരിപ്പിക്കുന്നത് 75 വയസ്സുകാരനായ സന്യാസി തുല്യനായ മോദി എപ്സ്റ്റീൻ്റെ ആനുകൂല്യം പറ്റി എന്ന തരത്തിൽ പ്രചാരണം നടത്തുകയാണ്. അത് ദുഷ്ടബുദ്ധിയായ രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ ഇസ്രായേലും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ അസഹിഷ്ണുതയുള്ള ഇസ്ലാം നാമധാരികളായ ആളുകളും ചേർന്ന് പ്രചരിപ്പിക്കുന്ന ഒരു പച്ചക്കള്ളമാണ്. എന്താണ് എപ്സ്റ്റീൻ ഫയൽസിൽ മോദിയെക്കുറിച്ചുള്ളത്? അത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ജാബർ വൈ എന്ന് പറയുന്ന ഒരാൾക്ക് എപ്സ്റ്റീൻ ഒരു മെയിൽ അയക്കുന്നു. അതായത് ഞാൻ പ്രിയനൊരു മെയിൽ അയക്കുന്നു. എന്നിട്ട് പറയുകയാണ്, പ്രശാന്ത് അമേരിക്കയിൽ പോയി എപ്സ്റ്റീൻ്റെ വിരുന്ന് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പ്രശാന്ത് അമേരിക്ക കണ്ടിട്ട് പോകില്ല, അമേരിക്ക ഭൂപടത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രിയന് ഒരു മെയിൽ അയച്ചാൽ അതുകൊണ്ട് മാത്രം പ്രശാന്ത് കുറ്റക്കാരനാവുന്നില്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എപ്സ്റ്റീൻ ജാബർ വൈ എന്ന് പറയുന്ന ആൾക്ക് അയച്ചിരിക്കുന്ന മെയിലിൽ പറയുന്ന സെൻറ്റൻസ് ഇതാണ്:
മോദി ടുക്ക് അഡ്വൈസ്, danced and sang in Israel for the benefit of the US president. They had met a few weeks ago. It worked. മോദി എൻ്റെ ഉപദേശം സ്വീകരിച്ചു, എന്നിട്ട് ഡാൻസ്ഡ് ആൻഡ് സാങ് ഇൻ ഇസ്രയേൽ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ US പ്രസിഡൻറ്റ്, അമേരിക്കൻ പ്രസിഡൻറ്റിന് വേണ്ടി ഇസ്രയേൽ പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്തു. ഒരാഴ്ച മുമ്പ് അവർ കണ്ടിരുന്നു, അത് വർക്ക് ചെയ്തു. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ധനാഢ്യന്മാരൊക്കെ പോയി അവിടെ ചെറിയ പെൺകുട്ടികളുമായി കാമകേളി നടത്തിയെന്നല്ല. എന്താ പറയുന്നത്? മോദി ഇസ്രയേലിൽ പോയി എന്തിനാണ്? അമേരിക്കൻ പ്രസിഡൻറ്റിന് വേണ്ടിയിട്ട് കാമ്പയിൻ ചെയ്യാൻ. എന്നിട്ട് ഇസ്രയേലിൽ പോയി മോദി പാട്ടുപാടിയതാണ്, ശരിയാണ്. മോദി പാട്ട് പാടുന്നതിന് വീഡിയോ ഉണ്ട്. എന്നറിയോ? മോദിയും ബെഞ്ചമിൻ നെതന്യാഹുവും കൂടെ നിൽക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ദേശീയഗാനവും ഇന്ത്യയുടെ ദേശീയഗാനവും ആലപിക്കുമ്പോൾ മോദി അവിടെ നിന്ന് ഇന്ത്യയുടെ ദേശീയഗാനം ജനഗണമന പാടുന്നുണ്ട്. എൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ മോദി ഡാൻസ് കളിച്ചോന്നറിയില്ല. മോദി ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ചെണ്ട കൂട്ടുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇസ്രയേലിൽ പോയിട്ട് അവിടെ ആരെങ്കിലും അല്ല അവിടെ നൃത്തച്ചുള്ളു കാണിച്ചപ്പോൾ മോദി എന്തെങ്കിലും ആക്ഷൻ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മോദി പലയിടത്തും കാണിച്ചിട്ടുണ്ട്. പക്ഷേ മോദി ഈ പറഞ്ഞതുപോലെ മറ്റു പലരും ചെയ്ത പോലെ ആരെങ്കിലും പീഡിപ്പിച്ചു ഒന്നും അല്ല അതിനകത്ത് പറയുന്നത്. ഇത് മറച്ചു വെച്ചിട്ട് എപ്സ്റ്റീൻ ഫയൽസിൽ മോദിയുടെ പേരുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഈ ജാബർ വൈ ആരാണെന്നറിയില്ല. ജാബർ വൈയിൽ ഇസ്രയേലിലെ ഒരു രാജകുടുംബത്തിൻ്റെ ഒരു അംഗമാണെന്ന് പറയുന്നവരുണ്ട്, തെളിയിക്കപ്പെട്ടിട്ടില്ല. അജ്ഞാതനാണെന്ന് പറയുന്നുണ്ട്. എപ്സ്റ്റീൻ ഒരാൾക്കൊരു മെയിൽ അയച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പ്രദീപിനൊരു മെയിൽ അയക്കുന്നു, പ്രശാന്ത് ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുമാത്രം ഒരു രേഖയാണോ? ഇനി അമേരിക്കൻ പ്രസിഡൻറ്റിന് എന്തെങ്കിലും ഗുണമുണ്ടാവാൻ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അടുത്ത് മോദി പറയണോ? അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം എന്താ? ഏറ്റവും അടുത്ത ബന്ധമാണ്. അപ്പം മോദിക്ക് പറഞ്ഞാലേ ഇസ്രയേൽ അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുള്ളൂ എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഇതാണ് എപ്സ്റ്റീൻ ഫയൽസിൻ്റെ പേരിൽ പറയുന്നത്. അപ്പോൾ ഇത് ഗുരുതരമായ ഒരാക്ഷേപമാണ്. ഈ ആക്ഷേപം ഇങ്ങനൊരു വാചകം ഉണ്ട് എന്നതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിഹത്യ ചെയ്യാനാണ് രാഹുൽ ഗാന്ധിയും സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഇസ്ലാമിക ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അതായത് അത് പറയും മുമ്പ് ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇത് മോദിയെക്കുറിച്ച് ഇപ്പോൾ ദുഷ്ടലാക്കോടെ ആളുകൾ ചിന്തിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, അയാൾ എവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ 2 മാസം കൂടുമ്പോഴും പോകുന്നത് എവിടെയാണ്? എന്തിനാണ് പോകുന്നത്? ഇയാൾക്ക് ഭാര്യയുണ്ടെന്നും കരീബിയൻ ഡ്രഗ് മാഫിയ തലവൻ്റെ മകൾ ഇയാളുടെ ഭാര്യയാണെന്നും അതിൽ 2 കുട്ടികളുണ്ടെന്നും ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഇയാളെ സംബന്ധിച്ച് ഇയാൾക്കെതിരെ സുകന്യ സിംഗ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ച് കുറേ പേർ ചേർന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിട്ടില്ലേ? ആ കേസ് CBI അന്വേഷിച്ചിട്ട് തള്ളി. പക്ഷേ ഉണ്ടായിട്ടില്ലേ? ഇപ്പോഴും ഉണ്ടല്ലോ സുകന്യ സിംഗ് കേസ്, അന്വേഷിച്ച് നോക്കൂ. ഇനി ഇയാൾ ഇന്ത്യക്കാരനല്ല, ഇയാൾ ബ്രിട്ടീഷ് പൗരനാണ്. ബ്രിട്ടനിൽ ബാക്ക് ഓപ്സ് എന്നുള്ള കമ്പനി തുടങ്ങാൻ വേണ്ടി ബ്രിട്ടൻ്റെ പാസ്പോർട്ട് എടുത്തിരുന്നു. അങ്ങനെ പാസ്പോർട്ട് എടുത്ത ആ രാജ്യത്തെ പൗരനാവും, ഇന്ത്യയുടെ പൗരത്വം നഷ്ടപ്പെടും. അങ്ങനെ ഒരു കേസുണ്ടല്ലോ, ഡൽഹി അലഹബാദ് ഹൈക്കോടതികളിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ 2 കോടതികൾ ഈ കേസിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളിയിട്ടില്ലല്ലോ. ബ്രിട്ടനിൽ നിന്ന് കിട്ടിയ രേഖകൾ ഇപ്പോൾ കോടതിയുടെ മുമ്പാകെ ഉണ്ടല്ലോ. ആ കേസ് ഇനി ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പോവാണല്ലോ. ഇയാളുടെ അമ്മ ഇന്ത്യയിൽ വന്ന് താമസിച്ചിട്ട് ഇന്ത്യയിലെ പൗരത്വം എടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ പേര് വന്നു. ഇറ്റലിക്കാരിയായിരിക്കെ ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ വോട്ടർ പട്ടികയിൽ പേര് വന്നു എന്ന് സംബന്ധിച്ച് ഡൽഹിയിൽ തന്നെ വേറൊരു കേസില്ലേ. ഇനിയോ അമേരിക്കയിൽ വെച്ച് ഇയാളെയും ഒരു കാമുകി എന്ന് പറഞ്ഞ കൊളംബിയക്കാരിയും കൂടെ ഒരു മയക്കുമരുന്നും ഡോളറുമായിട്ട് പിടിച്ചുവെന്നും അവസാനം അന്നത്തെ വാജ്പേയി സർക്കാർ ഇടപെട്ടിട്ടാണ് മോചിപ്പിച്ചു എന്നുള്ള ആക്ഷേപം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലില്ലേ. 1500 കോടി രൂപയോളം വെട്ടിച്ചതിന് നാഷണൽ ഹെറാൾഡ് കേസിൽ ജാമ്യമെടുത്ത് പുറത്തു നിൽക്കുന്ന ആളല്ലേ ഇയാൾ. ആ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി കേസൊന്നും റദ്ദാക്കാൻ പറ്റില്ല, ഇതിനകത്ത് മെറ്റീരിയൽ ഉണ്ട് എന്ന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം പറഞ്ഞിട്ടില്ലേ. എന്ത് ക്രെഡിബിലിറ്റിയാണ് ഈ മനുഷ്യന്. ആ മനുഷ്യനാണ് സന്യാസ തുല്യമായ ജീവിതം നയിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന തരത്തിൽ എപ്സ്റ്റീൻ ഫയൽസിൽ പേര് വന്നതുകൊണ്ട് മോദി കീഴടങ്ങി എന്ന് പറയുന്നത്. മോദി കീഴടങ്ങിയോ ഇല്ലയോ എന്ന് നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ 1-2 വീഡിയോകൾ ചെയ്യാൻ പോകാം. നമുക്ക് ചർച്ച ചെയ്യാം.
നോക്കൂ, മോദി എന്താ ചെയ്തത്? അത് പറയുന്ന കാര്യം അറിയോ? അനിൽ അംബാനിക്ക് വേണ്ടിയിട്ട് മോദി കീഴടങ്ങി. എടാ, മോദി സർക്കാരാണ് 12,000 കോടി രൂപ അനിൽ അംബാനിയുടെ കണ്ടുകെട്ടി. ED അന്വേഷിക്കുന്നു, CBI അന്വേഷിക്കുന്നു, ടിന അംബാനി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ സമൻസ് അയച്ചിരിക്കുകയാണ് ED. 40,000 കോടിയുടെ കേസ്, 12,000 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതല്ലേ സത്യം? ഇതെല്ലാം മറച്ചു വെച്ചിട്ട് അനിൽ അംബാനിയെ ആര് രക്ഷിച്ചു? അടുത്ത തവണ ഇവിടെ ED വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ടിന അംബാനിയെ അറസ്റ്റ് ചെയ്യും ED. ഇയാളുടെ മകനെതിരെ കേസുണ്ടല്ലോ. ED 3 കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്കിൽ ഒരു ഫ്ലാറ്റ് 82 കോടി രൂപയ്ക്ക് മറ്റൊരു ഫ്ലാറ്റ് വാങ്ങിയതിന് കള്ളപ്പണം പിടിപ്പിച്ചതിന് ED കേസ് എടുത്തിട്ടുണ്ട്. CBI അന്വേഷണം നടക്കുന്നുണ്ട് അനിൽ അംബാനിക്കെതിരെ. ഇവിടുത്തെ മാധ്യമങ്ങൾ അംബാനിക്കും അദാനിക്കും വേണ്ടി നിൽക്കുന്ന മോദി എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു സത്യം ഉണ്ടല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ എപ്സ്റ്റീൻ ഫയൽസിൽ പേര് വന്നതിൽ കൊണ്ട് ഭയപ്പെട്ട് അനിൽ അംബാനി കുടുങ്ങുമെന്ന് ഓർത്തിട്ട് മോദി ട്രംപിന് കീഴടങ്ങി എന്ന് പറയുന്ന ഈ രാജ്യദ്രോഹി എന്തുകൊണ്ടാണ് ഇയാളുടെ വ്യക്തിപരമായി ഇയാൾക്കെതിരെയുള്ള അലിഗേഷൻസിന് മറുപടി പറയാത്തത്? ഇയാൾക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത്? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടേ, ഈ രാഹുൽ ഗാന്ധി സമീപകാലത്ത് ചെയ്തിട്ടുള്ള തന്തയ്ക്ക് പുറക്കാഴിക, പാർലമെൻ്ററി അല്ലാത്ത വാക്കുകൾ പാർലമെൻറ്റിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് പറയാമെങ്കിൽ നമുക്കും പറയാം. അതായത് പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ, ലോക്സഭാ നടപടിക്രമങ്ങളുടെ റൂൾ 349 എന്താണെന്നറിയോ? ഞാനിപ്പോൾ പ്രിയനൊരു കേന്ദ്രമന്ത്രിയാണ്. ഞാൻ പ്രസംഗിച്ചതിന് ശേഷം ഞാൻ അവിടെ ഇരിക്കണം. പ്രിയൻ പറയുന്ന മറുപടി കേൾക്കണം. അത് റൂൾ 349 പ്രകാരമുള്ള വ്യവസ്ഥയാണ്. ഇയാളെന്താ പ്രസംഗിക്കുന്നത്? കാളയ്ക്ക് വയറിളകിയതുപോലെ എന്തോ വന്ന് പ്രസംഗിക്കും, ഇയാളെ സ്ഥലം വിട്ടു പോകും. അതിനുള്ള മറുപടി കേൾക്കാനുള്ള തണ്ടല്ലില്ല അയാൾക്ക്. ഒരിക്കൽ പോലും റൂൾ 349 അനുസരിച്ച് ആരോപണം പറയുന്ന ആൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കുള്ള മറുപടി കേൾക്കാൻ രാഹുൽ ഗാന്ധി ഇരിക്കാറില്ല. ചട്ടലംഘനമാണ്. ഇനി റൂൾ 353 എന്താണെന്നറിയോ? ഒരാൾക്കെതിരെ തെളിവില്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. 352. ഇപ്പോൾ തെളിഞ്ഞില്ലേ? കേസെടുത്തല്ലോ. പെൻഗ്വിൻ പറയുന്നു ഞങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. നരവനെ പറയുന്നു പെൻഗ്വിൻ പുസ്തകം പ്രസിദ്ധീകരിച്ചില്ല. പിന്നെ എങ്ങനെയാണ്? ഇപ്പോൾ ആ വീഡിയോ ക്ലിപ്പ് വന്നല്ലോ. ഇയാളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേജുകൾ ഇയാൾ തന്നെ മറിക്കുമ്പോൾ അകത്ത് പുറംചട്ട മാത്രമേ, അകത്ത് വെള്ളക്കടലാസുകളാണ്, ബ്ലാങ്കാണ്. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഉയർത്തി കാണിച്ച പുസ്തകത്തിൻ്റെ പുറംചട്ട മാത്രമേ ഉള്ളൂ, അകത്ത് വെള്ളക്കടലാസുകളാണ്, ഒന്നുമില്ല. അത് വെച്ചിട്ടാണ് പാർലമെൻറ്റിൽ ആക്ഷേപം ഉന്നയിച്ചത്. ഇത് തന്നെ ഇയാളുടെ കയ്യിലൊരു കൊച്ചു പുസ്തകം ഉണ്ടല്ലോ, ഭരണഘടന ചുവന്ന, അതിൻ്റെ പേജുകൾ പറിക്കുന്ന വീഡിയോ വന്നിട്ടുണ്ട്. അകത്തൊന്നുമില്ല. അങ്ങനെ ഒരു ഭരണഘടന ഇന്ത്യയിൽ ഇറക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിന് ശേഷം ഇറക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇങ്ങനൊരു ഭരണഘടനയുടെ സാധ്യത പറഞ്ഞതിന് ശേഷം ചെറിയ പോക്കറ്റ് സൈസ് ഭരണഘടന ഇപ്പോൾ ലഭ്യമാണ്. പക്ഷേ ഫസ്റ്റ് ടൈം ഇത് പാർലമെൻറ്റിൽ കാണിക്കുന്ന സമയത്ത് അങ്ങനൊരു ഭരണഘടന പതിപ്പില്ലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന 4 Stars of Destiny എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കവറ് ലേസർ പ്രിൻ്റ് എടുത്ത് ഒരു ബുക്ക് ബൈൻഡ് ചെയ്ത് അതിൽ ഒട്ടിച്ചിട്ട് കൊണ്ടാണ് ഇയാൾ ഈ പാർലമെൻറ്റിൽ നാടകം നടത്തിയത്. വ്യാജരേഖ ഉണ്ടാക്കുന്നു, പാർലമെൻറ്റിലെ തെറ്റിദ്ധരിപ്പിക്കുക, ഒരു അലിഗേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ കാണിക്കാം പ്രേക്ഷകരെ, നമുക്ക് കാണിക്കാം, വീഡിയോ ഉണ്ട്. അപ്പോൾ എന്താ ഇയാൾ ചെയ്യുന്നത്? ഇനി റൂൾ 353 353 ചട്ടം, ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കണമെങ്കിൽ, വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കണമെങ്കിൽ മുൻകൂർ നോട്ടീസ് കൊടുക്കണം. പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കുമെതിരെ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ പേരിൽ ആരോപണം ഉന്നയിക്കും മുമ്പ് ഈ ചട്ടം പാലിച്ചില്ല. അപ്പോൾ എന്ത് ജനാധിപത്യമാണ്, എന്ത് പാർലമെൻ്ററി മര്യാദയാണ് ഈ രാജ്യദ്രോഹി നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് ജനങ്ങളോട് ആരും പറയുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇയാൾ രാഹുൽ ഗാന്ധി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നും മനോരമയിലൊക്കെ വലിയ വാർത്തയാണ്. രാഹുൽ ആഞ്ഞടിച്ചു, രാഹുൽ മറിഞ്ഞു വെട്ടി, രാഹുൽ കടകം വെട്ടി. നമുക്കത് എണ്ണി പൊളിക്കാം. എന്തൊക്കെ പറഞ്ഞു? അമേരിക്ക കീഴടങ്ങി എന്ന് പറഞ്ഞു, ബംഗ്ലാദേശിനേക്കാളും വലിയ പരിഗണന ഇന്ത്യക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം ഈ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ പേര്, ഇപ്പോൾ മനോരമ ഇപ്പോൾ എപ്സ്റ്റീൻ പരമ്പര തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് മോദിയുടെ കാര്യം പറയേണ്ടി വരും. പറയുമ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നതുകൊണ്ട് ചിലപ്പോൾ പറയത്തില്ല. ഇതേ മനോരമ പണ്ട് ഇന്ദിരാഗാന്ധി അധികാരത്തിന് പോയപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ധീരേന്ദ്ര ബ്രഹ്മചാരിയുമായിട്ടുള്ള യോഗാ പരിപാടി ഉണ്ടല്ലോ. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് 4 മണിക്ക് വന്ന് രണ്ടുപേരും മുറിക്കകത്ത് കയറിയിരുന്ന് 2-3 മണിക്കൂർ യോഗയായിരുന്നു. അതേക്കുറിച്ചൊക്കെ പണ്ട് പരമ്പര ചെയ്തിട്ടുണ്ട് മനോരമ. അന്നത്തെ കാലത്ത് ഞാൻ വായിച്ചിട്ടില്ല, ഞാനൊക്കെ കുട്ടിയാണ്, പക്ഷേ അത് വായിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ പ്രേക്ഷകരായിട്ടുണ്ടാവും. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യം നമ്മൾ ഇന്നലെ
കുമാരചെല്ലപ്പൻ സാറുമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തു. രാജ്യം കണ്ട ഏറ്റവും വിഷവിത്തുക്കളുടെ ഒരു വിഷവൃക്ഷത്തിൻ്റെ വംശപരമ്പരയിലെ ഇപ്പോഴത്തെ കണ്ണി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി സോറോസിൻ്റെ അച്ചാരം വാങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് പല ആളുകളും പറഞ്ഞു ഞങ്ങൾ പട്ടാളക്കാരാണ്. എന്നെ ഒരു ലഫ്റ്റനൻറ്റ് ജനറൽ വിളിച്ചു, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ചൈന അതിർത്തിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു നമ്മുടെ ഒരു ജനറലിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന മാനുസ്ക്രിപ്റ്റ് എങ്ങനെ പുസ്തകമാക്കണമെങ്കിൽ പെൻഗിൻ്റെ പോയി എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം എടുത്ത നിലപാട് ആ സമയത്ത് ചൈന വന്ന് നിൽക്കുമ്പോൾ മുമ്പ് നടന്ന ചൈനീസ് യുദ്ധത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോയിട്ടില്ല. ടാങ്കും തമ്മിൽ ഏറ്റുമുട്ടുന്നൊരവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്താൽ അതൊരു യുദ്ധത്തിലേക്ക് പോകാം. അതൊരു വലിയ യുദ്ധമാകാം, ഒരുപക്ഷെ ആണവ യുദ്ധമായിട്ട് വരെ മാറാവുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഒന്നുകൂടി അദ്ദേഹം ക്രോസ് ചെക്ക് ചെയ്തതാണെങ്കിൽ അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പാടില്ല. പക്ഷേ അത്തരം ഒരു സാധനം ഈ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിൻ്റെ പേരിൽ ഉണ്ടാക്കി രാഹുൽ ഗാന്ധി ഇപ്പോൾ വിദേശ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഈ വിവാദം ഉണ്ടാവുന്നത്. ഇത് ഒരുപക്ഷെ ജോർജ് സോറോസിൻ്റെയൊക്കെ പുതിയ പ്ലാൻ ഇന്ത്യൻ സൈന്യത്തിനിടയിൽ പ്രശ്നം ഉണ്ടാക്കാം. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആത്മവീര്യം ചോർന്നു പോകും. നമ്മുടെ ജനറൽ വരെ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് നമ്മുടെ മാധ്യമങ്ങളെക്കുറിച്ചൊക്കെ പറയിപ്പിക്കുക. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയും BJP അടക്കമുള്ളവർ ഇന്ന് വരെ ജനറൽ നരവനെക്കെതിരെ ഒന്നും മിണ്ടിയിട്ടില്ല. നമ്മളൊക്കെ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാമല്ലോ, നമുക്ക് പറയാമല്ലോ. പക്ഷേ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി എടുത്തുള്ള നിലപാടുകളും ഒരു സൈനികൻ എന്ന നിലയിൽ അദ്ദേഹം രാജ്യത്തിന് നൽകിയ സംഭാവനകളൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ ദൗർഭാഗ്യകരമായ ചില കാര്യങ്ങൾ നടന്നു. അത് ഈ സോറോസിന് വേണ്ടി രാഹുൽ ഗാന്ധി നടത്തിയ ഒരു നാടകത്തിൻ്റെ ഭാഗമാണ്. സോറോസിൻ്റെ അജണ്ട പരസ്യമായിട്ട് പറഞ്ഞല്ലോ, ഞാൻ യുദ്ധം ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ്, ഇന്ത്യക്ക് ഭാരതത്തിനെതിരെയാണ് എന്ന് ഇയാൾ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. ഏതായാലും ഇതാണ് നിങ്ങൾ പ്രേക്ഷകർ ചോദിച്ചില്ലേ എന്താണ് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് പറയാത്തത് എന്ന്. പാർലമെൻറ്റിൽ പറയട്ടെ എന്നതിന് ശേഷം നമ്മൾ പറയാനിരിക്കുകയായിരുന്നു. ഇതാണ് എപ്സ്റ്റീൻ ഫയൽസിലെ വിവരങ്ങൾ. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് പറയുന്നവർക്കെതിരെ നല്ല ചുട്ട മറുപടി തന്നാലാവുന്ന വിധം കൊടുക്കാൻ ഓരോ ഇന്ത്യൻ പൗരനും തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും എനിക്കൊന്നും പറയാനില്ല. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുവരെ മലയാളത്തിലെ മാധ്യമങ്ങൾ പറയാത്ത ഡീറ്റെയിൽസാണ് നമ്മൾ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഇത് പറയാൻ ഞങ്ങളേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും ചെയ്യണം. ഞങ്ങൾ 2 വീഡിയോകൾ ചെയ്യുന്നുണ്ട്. എന്താണ് രാഹുൽ ഗാന്ധി മോദി ട്രംപിന് കീഴടങ്ങി എന്ന് പറയുന്നതിൻ്റെ നിജസ്ഥിതി എന്ന് പറയുന്ന ഒരു വീഡിയോ ഇതിന് തൊട്ട് പിന്നാലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഉറപ്പായും നിങ്ങൾ കാരണം നിങ്ങൾ രാജ്യസ്നേഹികളാണ്, നിങ്ങൾ ദേശാഭിമാനമുള്ളവരാണ്. ഈ രാജ്യവിരുദ്ധനായ ഇയാളുടെ നുണപ്രചരണങ്ങൾ കേട്ട് വേദനിക്കുന്ന നിങ്ങൾക്ക് യഥാർത്ഥ വസ്തുത പറഞ്ഞു തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്.